എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇപ്പോൾ റെയ്സ് അവന് സ്വയം റിവീൽ ചെയ്തിട്ട് മാഡം വയലറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയാണ് ലെക്സും. ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയതാണ്. എന്തായാലും ഇപ്പോൾ റെയ്സിനെ കാണുന്ന ടൈമിന് അവൻ മരിച്ചില്ല, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും മാഡം വയലറ്റ് ആയാലും ഫ്രാൻസിസ്കോ ആയാലും ഞെട്ടിപ്പോകുന്നുണ്ട്. മാഡം വയലറ്റ് റെയ്സിന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. അതേസമയം തന്നെ ഫ്രാൻസിസ്കോ ഒരിടത്ത് ചോദിക്കുന്നുണ്ട്, നീയല്ലേ ഇവനെ കൊന്നത്, പിന്നെ എങ്ങനെയാണ് അവൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നതെന്ന്. അതേസമയം സെയിനും എയ്സും എല്ലാം തന്നെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എയ്സ് ആ ടൈമിന് പറയുന്നുണ്ട്, ഇതാണ് ലെക്സ്, ആ ഒരു മരിച്ചുപോയെന്ന് പറഞ്ഞ ലെക്സില്ലേ, അതിവനാണ്, ഇവൻ തന്നെയാണ് റെയ്സ് സിൽവേനയും, ഇവൻ എൻ്റെ ചേട്ടനാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സെയിനാണെങ്കിൽ നിന്റെ ചേട്ടനോ, നീ എന്താ പിന്നെ ആ സത്യം നേരത്തെ തുറന്ന് പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എയ്സ് അപ്പോൾ മനഃപൂർവ്വം അല്ല, ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കത്തില്ല, സത്യമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞോളാം, ഇനി തൊട്ട് കള്ളത്തരമൊന്നും പറയത്തില്ല എന്നവൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ മാഡം വയലറ്റ് ആണെങ്കിൽ റെയ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നതെന്ന്. ആ സമയം റെയ്സ് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നമ്മൾ കൂട്ടുകാരെന്ന് വിളിക്കുന്നവർ പോലും നമ്മളെ ചതിക്കുമെന്ന്, അതേപോലെ ഒരാൾ നിങ്ങളെ ചതിച്ചു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റെയ്സ് എന്താണ് സംഭവിച്ചെന്ന് പറയാനേ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഫ്രാൻസിസ്കോ അടുത്ത് നിന്നൊക്കെ തന്നെ സമാന്തയും പിന്നെ റെയ്സും കൂടെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നത്. എന്നാൽ സമാന്ത മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. റെയ്സിനെ ഫ്രാൻസിസ്കോ കണ്ണിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മരിച്ചു എന്ന് എഴുതിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയത്. പക്ഷേ റെയ്സിനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇവരുടെ കൂടെ തന്നെ ഇപ്പോൾ സെയിനിൻ്റെ ബ്ലഡ് എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു സീക്രട്ട് ലാബിലുണ്ടായിരുന്ന ഡോക്ടർ റസോൺ തന്നെയാണ് വന്നിട്ട് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും മാഡം വന്നിട്ട് റെയ്സിനോട് പറയുന്നുണ്ട്, നീ ഒരിക്കൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് എഴുതിയിട്ട് നീ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് കയറി തന്നാൽ നിന്നെ ഞാൻ ജീവനോടെ വിടും നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെയും കൊല്ലും, നിൻ്റെ അനിയനെയും ഞാൻ കൊല്ലും, എല്ലാവരെയും ഞാൻ കൂട്ടത്തോടെ കൊല്ലും. നീ തന്നെ നോക്കി നോക്കും, നിങ്ങൾ എത്ര പേരുണ്ട്, ഞങ്ങൾ എത്ര പേരുണ്ട്, നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റെയ്സിനെ ഷൂട്ട് ചെയ്യാനും പോകുന്നുണ്ട്. പക്ഷേ റെയ്സ് നല്ല കോൺഫിഡൻസിൽ തന്നെ നിന്നിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ അനിയനെയൊക്കെ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയിരിക്കും, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ മാഡം വന്നിട്ട് അവരുടെ ആൾക്കാരുടെ അടുത്ത് റെയ്സിനെ പിടിച്ചു വയ്ക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ റെയ്സിനെ ക്യാച്ച് ചെയ്യാനായി വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നിക്കി എല്ലാം തന്നെ വരുന്നുണ്ട്. നിക്കിയും മറ്റു സ്റ്റുഡൻസും എല്ലാവരും ഓടി വരാണ്. അവരെല്ലാവരും വന്ന് ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മാഡം വയലറ്റിനെ രണ്ടാൾക്കാർ അവിടെ നിന്ന് സേഫാക്കി കൊണ്ടുപോകാൻ തുടങ്ങുന്നുണ്ട്. ഫ്രാൻസിസ്കോനെയും കൂടെ കൊണ്ടുപോവാണ്. അതേസമയം തന്നെ സെയിനാണെങ്കിൽ ഇവരെല്ലാവരും പെട്ടെന്ന് ഇത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എയ്സ് ആണെങ്കിൽ ഞാൻ ചുമ്മാ പിന്നെ ഇവിടെ ഇരുന്നെന്നാണ് വിചാരിച്ചത്, ഇതെല്ലാം നമ്മുടെ പ്ലാൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സെയിനാണെങ്കിൽ എന്നിട്ട് നീ ഒന്നും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയല്ലേ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് സെയിൻ പതുക്കെ എയ്സിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ അവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ എയ്സിനെയൊക്കെ നിർത്തിയിട്ട് സെയിൻ എങ്ങനെയോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ടും പറ്റുന്നില്ല. എയ്സും ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാറ്റ് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാണ്. മാറ്റ് ഓക്കെ ആണെന്ന് കാണുമ്പോൾ സന്തോഷമായിട്ട് സെയിനും മാറ്റും നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ പരസ്പരം ഒന്ന് ചോദിച്ചിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ മാഡം വയലറ്റും ഫ്രാൻസിസ്കോയും കാറിലേക്ക് കയറി എസ്കേപ്പ് ആവുന്ന കണ്ടിട്ട് എയ്സ് ഉടനെ തന്നെ ഉറക്കെ എല്ലാവരുടെ അടുത്തും അത് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു വണ്ടി തടയാനായിട്ട് പലരും നോക്കുന്നുണ്ട്. അതേസമയം തന്നെ നാസറിനെയും നിക്കീനെയും കാണിക്കുകയാണെങ്കിൽ നിക്കിയും നാസറും പരസ്പരം ഇങ്ങനെ പലരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ നാസറാണെങ്കിൽ നിക്കീനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. നിക്കിയാണെങ്കിൽ അതേസമയം ഒരാൾ അടിച്ചിട്ടിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും എടുത്ത് പിടിച്ച ശേഷം നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ തുറച്ചു പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാനെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നാസർ ആ സമയം ഞാൻ ഓൾറെഡി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. നിക്കി അപ്പോൾ നീ എന്തേ പറയുന്നത് നോക്കുമ്പോൾ പോയിസൺ അതെൻ്റെ ഉള്ളിൽ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. നിക്കി അപ്പോൾ ശരിയെന്നാൽ നീ കിടന്ന് മരിച്ചോളാനായിട്ട് പറഞ്ഞിട്ട് മൈൻഡില്ലാത്ത പോലെ പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആക്ച്വലി അവളാണെങ്കിൽ അവനെ കെയർ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഒരാൾ അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ ഇവൻ മുന്നിൽ കയറി നിൽക്കുന്നുണ്ട്. നാസറിന് വെടികൊള്ളാണ്. അത് കാണുമ്പോൾ പെട്ടെന്ന് അവൾ ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് അവൻ താഴേക്ക് വീണുന്നുണ്ട്. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നാസർ എഴുന്നേക്കെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അവനാണെങ്കിൽ റിപ്ലൈ തരാതിരിക്കുമ്പോൾ അവൻ എന്തോ ശരിക്കും പറ്റിപ്പോയി എന്നൊക്കെ എഴുതിയിട്ട് ഐ ലവ് യു, എന്നെ വിട്ട് പോകല്ലേ എന്നൊക്കെ അവൾ പറയാണ്. എന്നാൽ അവന് ശരിക്കും ബോധമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതവൻ ചുമ്മാ കാണിച്ചതായിരുന്നു. അവളിങ്ങനെ പറയുന്നതും അവൻ തിരിച്ച് ഐ ലവ് യു ടു എന്ന് പറയുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവനൊരു അടി എടുത്തിട്ട് അപ്പോൾ നീ മരിച്ചില്ലേട്ടാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനെ അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ വൈസ് പ്രസിഡന്റ് പയ്യനും ഫ്രിറ്റ്സിയും കൂടെ ആയിട്ട് ഈ ഒരു നേരം കൊണ്ട് പുറത്തേക്ക് പോയിട്ട് പോലീസുകാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരുടെ വണ്ടി വന്ന് വളയുന്നുണ്ട്. മാഡം വയലറ്റ് പോകാനിരുന്ന ഒരു കാറ് തടയുകയും മാഡം വയലറ്റിനെ പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ്കോനെ മാഡം വയലറ്റിനെയും അങ്ങനെ വിലങ്ങൊക്കെ വെച്ചിട്ട് പോലീസുകാർ അവരെ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. സമയം തന്നെ സെയിനും അവളുടെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആർക്കും ഒന്നും പറ്റിയില്ല എന്ന് കണ്ട് സമാധാനമായിട്ട് അവരെല്ലാവരും ഹഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും രക്ഷപ്പെടാറായി, നമ്മളെല്ലാവരും ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ സെയിനൊക്കെ മരിച്ചു പോയി എന്ന് കരുതിയ ഒരാൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അയാളെ കാണുമ്പോൾ ഇവൻ മരിച്ചില്ലേ ഇങ്ങനെ സെയിൻ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെറോമെല്ലാം തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി അവൻ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ കഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ മാഡം വയലറ്റിൻ്റെ അടുത്തും ഫ്രാൻസിസ്കോയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എയ്സും പിന്നെ റെയ്സും കൂടെ ആയിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും വന്ന് ഈ മാഡം വയലറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും ഓരോരോ ടീമിലുള്ളവരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം അറ്റാക്ക് ചെയ്യാത്തത്? കാരണം മാഡം വയലറ്റ് നോക്കുമ്പോൾ ബ്ലാക്ക് ബ്ലഡ് ഗാങ്, ഡബിൾ ഗോഡ് വാരിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് ഇവർക്കിറങ്ങി എട്ടൽ തോന്നിയിട്ടുണ്ട്. ആ സമയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആക്ച്വലി നിങ്ങളാണെങ്കിൽ ആ ഒരു ഫോർമുല കണ്ടുപിടിക്കുന്ന നേരത്ത് ഞങ്ങളെല്ലാവരും ഒറ്റ ടീമായിട്ട് നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാൻ ആലോചിക്കായിരുന്നു. പിന്നെ ഒരു പയ്യനെ ഒരു ഗ്രൂപ്പ് കൊന്നിട്ട് രണ്ട് ഗ്രൂപ്പുകൾ
ഇടയിലും പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത കാര്യം അതെല്ലാം തന്നെ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. ആ ഒരു പയ്യൻ മരിച്ചത് അതാണെങ്കിൽ നമ്മളെല്ലാവരും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അവനവനെ സ്വയം സാക്രിഫൈസ് ചെയ്തതാണ്. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ അഭിനയമായിരുന്നു. ഞങ്ങൾ ഒരിക്കലും വേറെ വേറെ ടീമല്ലായിരുന്നു, ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ മാഡം വന്നിട്ട് ഫ്രാൻസിസ്കോയുടെ അടുത്ത് പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ ലെക്സിനെ കൊല്ലുന്ന ടൈമിന് അവൻ ശരിക്കും മരിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടായിരുന്നു എന്ന്. ഫ്രാൻസിസ്കോ അപ്പോൾ ശരിയാണ്, ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ റേസ് വന്നിട്ട് അന്ന് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കി, അന്ന് തന്നെ ലെക്സ് മരിച്ചു, പക്ഷേ റേസ് തിരിച്ചു വന്നു എന്നിങ്ങനെ പറയാണ്. അതേസമയം തന്നെ നാസറിന് വെടി കൊണ്ടതുകൊണ്ട് അവനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. നിക്കിയും കൂടെ പോകുന്നുണ്ട്. നിക്കിയാണെങ്കിൽ അവനെ കൊണ്ടുപോകുന്നതിനടുത്ത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ കൊന്നു കളയുമെന്ന്. അതേസമയം തന്നെ റേസും പിന്നെ എയ്സും കൂടെ ആയിട്ട് സെയിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. എൻ്റെ ചേട്ടനാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എയ്സ് ആണെങ്കിൽ സെയിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സെയിന ടൈമിന് ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എയ്സ് ആണെങ്കിൽ ഞങ്ങളുടെ പ്ലാനിങ് ഇത് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്, എല്ലാവരും ഇവിടെ നിന്ന് എങ്ങനെയും പുറത്താക്കണം, മാഡം വന്നിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നിർത്തണം, അവർ ആ ഫോർമുലയിൽ ശ്രദ്ധിക്കുന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് എല്ലാവരും എങ്ങനെയും പുറത്തിറക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. എന്നാൽ അത് ആരും അറിയരുത്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണുള്ളത്, ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. റേസ് ആ ടൈമിൽ ഞാൻ ആക്ച്വലി തിരിച്ചു വന്നത് റിവഞ്ച് ചെയ്യാനാണ്, എന്നാൽ ഇവനാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് റിവഞ്ച് മാത്രം പോരാ, എല്ലാവരും പുറത്തേക്ക് ഇറക്കണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ മെയിനായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. സെയിൻ ആ ടൈമിന് അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എയ്സ് ആണെങ്കിൽ ആക്ച്വലി നിൻ്റെ ഫ്രണ്ട്സിനും അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അല്ല, മാറ്റിനും ജെറോമിനും അറിയാമായിരുന്നു. അതായത് മുമ്പ് തന്നെ നീ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഒരു ജയിലുള്ളത്, അതിൽ ശിക്ഷ ചെയ്തവരെ ഞാനാണെങ്കിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ആക്ച്വലി അതൊരു ജയിലല്ല, അതുവഴി ഹെൽ യൂണിവേഴ്സിറ്റിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, അതാണ് ഹെൽ യൂണിവേഴ്സിറ്റിയിൽ പുറത്തേക്ക് പോകാനുള്ള വഴി. ആ വഴി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പലരെയും ഞാൻ അതുവഴി പുറത്തേക്ക് ഇട്ടത്. ഇതെല്ലാം തന്നെ ജെറോമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു. അങ്ങനെ ജെറോമും മാറ്റും ഒരാൾ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലായിട്ടും മറ്റൊരാൾ ഡെവിൾ ഗോൾഡിലുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും പെടാത്ത രീതിയിലാണ് പെട്ടെന്ന് ആ പ്ലാനിലേക്ക് നീ കയറി വന്നത്. നിൻ്റെ ബ്ലഡ് റെയർ ആണെന്നും ആ ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യം വരുമെന്നും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. സോ അതെല്ലാം തന്നെ പ്ലാനിൽ പെടാതെ നടന്നൊരു കാര്യമായിരുന്നു. അത് മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പല കാര്യങ്ങളും നടന്നത്. അങ്ങനെ ഒരു സംഭവം എനിക്കും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. സെയിനപ്പോൾ എന്ത് കാര്യം നോക്കുമ്പോഴത്തേക്കും നീയുമായിട്ട് ലവിലാവുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ എയ്സിനും പരിക്ക് പറ്റിയതുകൊണ്ട് അവനെ കൊണ്ടുപോകാനായിട്ട് മെഡിക്കൽ ടീം വരുന്നുണ്ട്. സെയിനും അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അതേസമയം ഏഞ്ചലിക്ക് മാറ്റിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ നെറ്റിയിൽ പറ്റിയ ഒരു മുറിവിനെല്ലാം തന്നെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ സെയിൻ്റെ അടുത്ത് ഫീലിങ്സ് മാറിയിട്ട് അവൻ ഏഞ്ചലിക്ക് ആയിട്ട് എന്തെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്തായാലും അടുത്ത് വീണ്ടും മാഡം വയലറ്റിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാഡം വയലറ്റ് ആണെങ്കിൽ എല്ലാവരും വെല്ലുവിളിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്ന എല്ലാവരുടെ കൂടെ ആയിട്ട്, അതായത് അവിടെ റേസും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് പോയെന്ന് കരുതി എല്ലാം അവസാനിച്ചൊന്നും വിചാരിക്കേണ്ട, കാരണം എന്നെക്കാളും വലിയ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവരാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അവരാണ് സെലിനെയൊക്കെ കൊന്നത്, അവർ നിങ്ങൾക്ക് തടയാനായിട്ട് പറ്റത്തില്ല, അവർ അതിനേക്കാളും പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ലിയാമിനെ ഇവർ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ലിയാമ മരിച്ചിട്ടുണ്ടായിരുന്നു. ലിയാമിൻ്റെ ബോഡി ആണെങ്കിൽ അതുവഴി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതും കൂടെ കാണുമ്പോൾ മാഡം വലറ്റ് കരയാനും ബഹളം വെക്കാനൊക്കെ അങ്ങ് തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ സെയിനെ ഈസിനെയും അവിടെ നിന്ന് ഇങ്ങനെ മെഡിക്കലിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്ച്വലി അവരവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് പ്രൊഫസർ അൽവാരിസ് ആയിരുന്നു. അവരുടെ കൂടെ തന്നെ റൊക്സാനയും പിന്നെ നിക്കിയും പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും നടന്നു പോകുന്ന സമയത്ത് റൊക്സാനെങ്കിൽ സെയിൻ്റെ കൈ പിടിച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സെയിനപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ആ ഒരു ബ്ലഡി നൈറ്റിൻ്റെ അന്ന് നിന്നൊരുത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവനെ കൊന്നിട്ട് നിന്നെ ലക്ഷ്യം ഞാനാണെന്ന് പറയുന്നുണ്ട്. ആ സീൻ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. റൊക്സാനയാണ് അവനെ കൊന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ റൊക്സാന സെയിൻ്റെ അടുത്ത് നീ എനിക്ക് താങ്ക് യു ഒന്നും പറയണ്ട, അതിന് പകരം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ അൽവാരിസ് ആണെങ്കിൽ ഇത് തന്നെയാണ് എക്സിറ്റ് എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവരെ ഏതോ വഴിക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ടൈമിൽ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്തിയേട് ഇവർക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ഫോട്ടോ ഇയാൾ കയ്യിൽ തിരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇയാളുടെ മകളുടെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും തന്നെ ഇവർക്ക് പെട്ടെന്ന് എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട്. ഇയാൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വഴി നോക്കാനുള്ള രീതിയിൽ നടന്നു പോകുന്നുണ്ട്. നിൽക്കിയ ടൈമിന് എനിക്കിപ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇയാൾ നമ്മുടെ ഫ്രണ്ടല്ല, ഇയാൾ ശത്രുവാണ്. കാരണം എപ്പോഴും ഇയാൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ലേറ്റായിട്ടാണ് വരുന്നത്. ഇയാളാണെങ്കിൽ നമ്മളെ കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ഇയാളുടെ ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് ഇവരാണെങ്കിൽ പിടിച്ചു വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ഇയാളെടുത്ത് നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് നിന്നെ കിട്ടിയേ പറ്റുള്ളൂ, സെയിം നിന്നെയും കൊണ്ടെങ്കിൽ അവിടെ നിന്ന് പോവുള്ളൂ, എനിക്ക് നിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ റേസും അവളുടെ ഫ്രണ്ട്സും ഒക്കെ തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാഡം വരെ പറഞ്ഞതുപോലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. ആരൊക്കെയോ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, നിങ്ങളാരും ഇതിനകത്ത് ഇടപെടണ്ട, ഇതൊക്കെ പോയിട്ട് ഞാൻ തന്നെ ചെയ്തോളാം, കാരണം നിങ്ങൾ റിസ്കി പെടണ്ട എന്നൊക്കെ റേസ് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നൊന്നും നോക്കാതെ നിക്കിയൊക്കെ ഇയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് നിക്കീനെ കയറി ഇയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റേസും പിന്നെ മാറ്റും ഒക്കെ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും എന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് ഈ സൗണ്ട് ആയിട്ട് സ്ഥലത്തേക്ക് ഇവരെല്ലാവരും ഓടി വരാനായിട്ട്
ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ സെയിനെയൊക്കെ വീണ്ടും ഇവരിപ്പോൾ പിടിച്ചു വെച്ചൊക്കെയാണ്. എയ്സ് ആണെങ്കിൽ ആ സെയിനെ വിട്ടുതരത്തില്ല എന്ന് പറയുന്നുണ്ട്. സെയിൻ ആ ടൈമിന് എയ്സിനെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. നീ മര്യാദയ്ക്ക് എന്നോട് വരണം, എനിക്ക് നിൻ്റെ ബ്ലഡ് ആവശ്യമുണ്ട്, എനിക്ക് എൻ്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ്, നീ മര്യാദയ്ക്ക് എന്നോട് വന്നില്ലെങ്കിൽ എയ്സിനെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഷൂട്ട് ചെയ്യാൻ കണക്കിന് തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആലിസൺ വന്നിട്ട് ഇയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ആലിസൺ മറ്റാരും നമ്മുടെ സെയിൻ്റെ ചേച്ചിയാണ്. അവളുടെ ചേച്ചി അവസാനം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സെയിനിൻ്റെ ചേച്ചി ഒരു സീക്രട്ട് ഏജൻ്റ് ആണെന്ന് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ മനസ്സിലാക്കിയതാണ്. എന്തായാലും ചേച്ചിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇയാൾ അറ്റാക്ക് ചെയ്യേണ്ട ഒരാളായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഷൂട്ടിംഗ് നടന്നതുകൊണ്ട് പിന്നെ ആരും നോക്കുന്നില്ല, പരസ്പരം ചറപറാന്ന് അറ്റാക്ക് തുടങ്ങുന്നുണ്ട്. നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആലിസിൻ്റെ തോക്കുള്ളതുകൊണ്ട് തന്നെ പലരെയും അവൾ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് അൽവാരിസ് ആണെങ്കിൽ എയ്സിനെ ഷൂട്ട് ചെയ്യാണ്. എയ്സിനാണെങ്കിൽ അവൻ്റെ വയറ്റിൽ ഈ ഒരു ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്, അവൻ താഴേക്ക് ചെന്ന് വീഴുന്നുമുണ്ട്. ആലിസൺ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇയാൾ അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആലിസിന് നേരത്തെ ഇയാൾക്ക് പരിചയമുണ്ട്. ഇയാൾക്ക് ഷെയ്ൻ എന്ന് പറഞ്ഞിട്ടൊരു മകളുണ്ട്. ആ മകൾ മരിച്ചു പോയതാണ്. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ആ ഫോർമുലയിൽ സെയിൻ്റെ ബ്ലഡ് കിട്ടാനായിട്ട് ഇപ്പോൾ ഇയാൾ സെയിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും പക്ഷേ ആലിസൺ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ മരിച്ചു പോയി, അതിൽ നിന്നൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ. എന്നാൽ ഇയാളാണെങ്കിൽ നിന്നെ നിങ്ങൾ വിടത്തില്ല എന്നുള്ള രീതി തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എയ്സ് ആണെങ്കിൽ ഇയാൾക്കിട്ട് കുറേ അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് അവിടെ അവസാനിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ എയ്സിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് മോശമാകുന്നുണ്ടായിരുന്നു. സെയിൻ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ബോധം പോയി തുടങ്ങുന്നുണ്ട്. സെയിൻ ആണെങ്കിൽ നമുക്ക് പുറത്ത് പോകണം, ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേ പറ്റുള്ളൂ, നീ എന്നെ വിട്ട് പോകരുത്, പുറത്തേക്ക് പോയിട്ട് നീ എനിക്ക് പാട്ട് പാടി തന്നതുപോലെ ഇനിയും പാട്ട് പാടി തരണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എയ്സ് ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നീ ഹാപ്പി ആയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയം തന്നെ എയ്സിൻ്റെ ബോധവും പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മാറ്റും പിന്നെ റേസും എല്ലാവരും വരുമ്പോഴത്തേക്കും എയ്സിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം തന്നെ ആലിസിനും വന്നിട്ട് നമുക്കാണെങ്കിൽ അവന് പ്രഷർ അപ്ലൈ ചെയ്യാം, അവന് ചിലപ്പോൾ ബോധം വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ആലിസൺ എന്ന് പറയുന്നത് നമ്മുടെ റേസിൻ്റെ മരിച്ചുപോയ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സമാന്തനെ പോലെയാണ് ഇരിക്കുന്നത്. അതായത് എക്സാക്റ്റ് അതേപോലെ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ആലിസിനെ കാണുമ്പോഴത്തേക്കും സമാന്തയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ റേസ് നോക്കിയിരുന്ന് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഇതിലൊന്നും ഇടപെടാതെ ഇത്രയും നേരം എവിടെയോ പോയി മാറിയിരുന്ന ആ ഒരു സീക്രട്ട് ലാബിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് എയ്സിനെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ക്രിട്ടിക്കലാണെന്ന് പറയുന്ന ടൈമിന് ആലിസൺ പറയുന്നുണ്ട്, നമുക്കാണെങ്കിൽ സമയത്തിന് അവനെ എത്തിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട്. സെയിൻ ആ ടൈമിന് എൻ്റെ ബ്ലഡ് എടുത്തു, ആ ഫോർമുല ഇവന് കൊടുക്കുക, ഇവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇയാൾ നിൻ്റെ ബോഡിയിൽ നിന്ന് ഇനിയും ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ ഐ ഡോണ്ട് കെയർ, എന്ത് ചെയ്തിട്ടാലും ഇവനെ തിരിച്ചു കൊണ്ടുവരണം, ഞാൻ എൻ്റെ ബ്ലഡ് തരാം, ഞാനായിട്ട് എന്നെ സമ്മതിച്ച് തരല്ലേ, ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ബ്ലഡ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ലാബിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് സെയിനെ എയ്സിനെയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സെയിനിൻ്റെ ബ്ലഡ് ആണെങ്കിൽ എയ്സിന് കൊടുക്കുന്നുണ്ട്. എയ്സിൻ്റെ പൾസ് തിരിച്ചു വരുന്നതും ഒക്കെ തന്നെ ഡോക്ടറും പിന്നെ അവിടെ എല്ലാവരും നേഴ്സും കൂടെയൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സെയിനിൻ്റെ ബോധം പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ഹെൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഇവരുടെ എല്ലാവരുടെയും ഗ്രാജുവേഷനാണ്. എല്ലാം അവസാനിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് ഇക്കാണ്. അതേസമയം തന്നെ മിസ്കാത്ത് അവിടെ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ ഇരുന്നിട്ട് പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഹെൽ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും സാക്രിഫൈസ് ഒക്കെ നടത്തിയ സ്റ്റുഡൻസിനെയൊന്നും ആരും മറക്കത്തില്ല, ഇവരുടെ സ്റ്റോറി ഇവിടെ ചെൻഡാവുന്നില്ല, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഫ്രീഡം കിട്ടുന്നത്. എല്ലാവരും അവർ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തിട്ടുണ്ട്, അവരെന്താണോ ഉദ്ദേശിച്ചത് അത് അവർ നടത്തിയെടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എഴുതുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറ്റും ഏഞ്ചലിക്കയും ഒരുവിധം ഒരുമിച്ചാണുള്ളത്. അതേപോലെ തന്നെ മിയയും പിന്നെ ഡേവും ഒരുമിച്ചാണുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങും ഡെവിൽ ഗോഡ് വാരിയറും അവരെല്ലാവരും ഇപ്പോഴും രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവരെല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്. അത് മാത്രമല്ല സെയിലിൻ്റെ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് അന്ന് ആലിസിനും വന്നിട്ടുണ്ടായിരുന്നു. ആലിസിനെ കാണുമ്പോൾ തന്നെ അവളോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് റേസ് വരുന്നുണ്ട്. റേസിന് ആലിസിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ഫോണിൽ എപ്പോഴും അവളിങ്ങനെ കോൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിൽ കോൾ ചെയ്തിട്ട് ശല്യം ചെയ്യരുതെന്ന്. ആ സമയം അവൻ ചോദിക്കുന്നുണ്ട് നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതൊരു തെറ്റാണോ എന്ന്. ആ സമയം അവൾ അതൊരിക്കലും ഒരു തെറ്റല്ല എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം അവളാണെങ്കിൽ സെയിനോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ സെയിൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അവളെടുത്ത് റൊക്സാൻ എന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫ്രിറ്റ്സിയും വന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആയെന്നൊക്കെ ഇങ്ങനെ സെയിനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ആ സമയം ആലിസൺ സെയിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം സെയിനും അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട് അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അതിനുശേഷം അവരുടെ ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട്. അവരങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റും സംഭവങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിച്ചിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് ടോപ്പ് 10 റാങ്കിലുള്ളവരൊക്കെ വിളിച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനെ സെയിനെ വിളിക്കുന്ന സമയത്ത് അവൾ മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ട്രൈ ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ രക്ഷപ്പെടാനായിട്ട് പറ്റിയത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്തു. അത് മാത്രമല്ല ഏറ്റവും മെയിനായിട്ട് നമുക്ക് കരുത്തായിട്ടുണ്ടായിരുന്നത് നമുക്കിവിടെ ഉണ്ടായിരുന്ന സ്നേഹമാണ്. അത് നമ്മളോട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കി എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അതിൽ നിന്നൊക്കെ മറികടക്കാൻ പറ്റിയത്. അത് മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അത് എയ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എയ്സിനെ നോക്കി
എന്നൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എയ്സിനെ വിളിക്കുന്നുണ്ട്. എയ്സിന് ടോപ്പ് 10ൽ സെക്കൻഡ് റാങ്കാണ് വന്നേക്കുന്നത്. അങ്ങനെ അവനും വന്ന് സംസാരിക്കുന്നുണ്ട്. അവനും സെയിം സംസാരിച്ചതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എസ്കേപ്പ് ആവാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അവനും സെയിനെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആളെ വിളിക്കുന്നുണ്ട്. മറ്റാരെയല്ല, നമ്മുടെ സ്വന്തം റെയ്സ് സിൽവേനെ തന്നെയാണ്. അവൻ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എല്ലായിടത്തും കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. അവനും സ്വയം ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല അവൻ ആലിസനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആലിസനെ നോക്കി പറയുന്നുണ്ട്, നിന്റെ മനസ്സ് കീഴടക്കാനായിട്ട് ഞാൻ വരുന്നുണ്ട്. നിനക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്തോളാനായിട്ട്. കാരണം അവളൊരു സീക്രട്ട് ഏജൻ്റ് ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന ടൈമിൽ തന്നെ എയ്സ് ആണെങ്കിൽ സെയിനെ വെറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ റേസ് നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മാറ്റാണെങ്കിൽ സെയിനിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ പോയി സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് റേസ് വന്നിട്ട് സ്പീച്ച് അടിപൊളിയായിരുന്നു എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് എയ്സിനോട് പറയുന്നുണ്ട്, ഇവിടെ നിനക്ക് പറ്റിയ ആൾ തന്നെയാണ്, എന്തായാലും രണ്ടുപേരും സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ ആലിസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എയ്സ് ആണെങ്കിൽ സെയിനോട് നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കാർ ഉണ്ടായിരുന്നു, അതിൽ കയറി രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ഹെൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി കഴിയുന്ന സമയത്ത് ആ ഒരു ഗേറ്റും അവരവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേസമയം സെയിനെ എയ്സിനെയും കാണിക്കുകയാണെങ്കിൽ ഒരിടത്ത് എത്തുമ്പോൾ എയ്സ് ആണെങ്കിൽ കാർ നിർത്തുന്നുണ്ട്. എന്നിട്ട് സെയിനോട് അപ്പം നിനക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്നേഹമില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കാണെങ്കിൽ നിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. കാരണം നിനക്കൊരു ഫോൺ ഉണ്ടായിട്ട് പോലും നീ എനിക്ക് റിപ്ലൈ തന്നില്ലല്ലോ, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നീ ചെയ്ത കാര്യം കൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്തത്. നീ എനിക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവൻ തന്നെ തരാനായിട്ട് നോക്കിയില്ലേ, നീ നിന്നെ സ്വയം സാക്രിഫൈസ് ചെയ്തില്ലേ, നീ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. എനിക്കാണെങ്കിൽ ആ ഒരു കുറ്റബോധം കാരണമാണ് എനിക്കിതിനെ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാതെ പോയത്. നീയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ടേ നിൽക്കരുതെന്ന് പറയുന്നില്ല. ആ സമയം അപ്പം നിനക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ? അല്ല, ഞാനും ചെയ്യും. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ രക്ഷിക്കാനായിട്ട് ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ് നിന്നെ നഷ്ടപ്പെടുത്തത്, അതെനിക്ക് നടക്കണമെന്ന് ആഗ്രഹമില്ല എന്ന് എയ്സ് പറയുന്നുണ്ട്. ആ സമയം പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിനക്ക് പൂച്ചാളെ മാത്രമേ പേടിയുള്ളൂ എന്ന്. ആ സമയം എയ്സ് നിന്നെ നഷ്ടപ്പെടുന്ന കാര്യം ഓർത്തും എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ സെയിനാണെങ്കിൽ നീ എന്തിനാ പിന്നെ ഏഞ്ചലിക്കിനെ കിസ് ചെയ്തെന്ന് നോക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്ത് പറഞ്ഞു അറിയുന്നുണ്ട്. അവൾ സെയിനാ ടൈമിന് വേണ്ട, നീ എനിക്ക് മറുപടിയും തരണ്ട, നമ്മളെന്തായാലും ഈക്വൽ ആയിട്ടാണുള്ളത്, ഒരേ പരിപാടി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതായത് റേസും അവളെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവളിപ്പോൾ അങ്ങനെ പറയുന്നത്. എയ്സിന് പക്ഷേ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതേസമയം തന്നെ അവളാണെങ്കിൽ ഇപ്പം എന്താ ഇവിടെ വണ്ടി നിർത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ പറയുന്നുണ്ട് അതൊക്കെ ഇട്ട് നീ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെയിൻ കാണുന്നതെന്ന് പറയുന്നത് റോഡും വണ്ടികളും ഒക്കെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അവൾ അതൊക്കെ കാണുന്നത്. അതായത് പുറം ലോകം കാണുന്നത് തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഹാപ്പി ആവുന്നുണ്ട്. എയ്സ് വന്നിട്ട് അവളെ ഹഗ് ചെയ്തിട്ട് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അവളും തിരിച്ച് പറയാണ്, രണ്ടുപേരും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സെയിനിന് കൊടുക്കാനായിട്ട് എയ്സ് ഒരു ബൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതവൻ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതും എടുത്ത് വരുന്ന സമയത്താണ് അവിടെ ഒരു ലെറ്റർ ഇങ്ങനെ വണ്ടിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന കാണുന്നത്. അതവനിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആരും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് ഒരുപാട് അനുഭവിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ വരാൻ പോകുന്നതിൻ്റെ ഒരു അംശം മാത്രമേ ആയിട്ടുള്ളൂ, നിങ്ങളാണെങ്കിൽ ഒരുപാട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് താഴെ ഹെല്ലെന്ന് പറഞ്ഞിട്ട് ആരോ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അതിൽ നിന്ന് തന്നെ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതും കാണിച്ചിട്ടാണ് ഈ ഹെൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ഇവിടെ ഉണ്ടാകുന്നത്. സോ ആരും തന്നെ ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് മറക്കരുത്. എനിക്ക് ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും മറക്കാതെ അറിയിക്കണം. അത് മാത്രമല്ല പുതിയ അടിപൊളി സീരീസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ഡ്രാമ ഡികോഡ് ഡയറീസ്.